നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബാലേന്ദ്രനോട് അലീന പറഞ്ഞു, അതെ, എന്നെ അവർക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ അച്ഛാ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ? വേറെ എവിടെയെങ്കിലും നോക്കിയാൽ മതി, ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല മോളെ, അവരെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് വിളിക്കുമല്ലോ നോക്കട്ടെ, അതിനുശേഷം വേറെ എന്തെങ്കിലും തീരുമാനം എടുക്കാം. അല്ല, അച്ഛൻ എന്നെ അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു വിടണം തന്നെ നിർബന്ധം? അതെ, അവിടെ നല്ല സേഫായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാ. നിന്നെ വെറുതെ ഒരു വീട്ടിലേക്ക് എനിക്ക് പറഞ്ഞു വിടാൻ പാടില്ലല്ലോ, പറ്റില്ലല്ലോ. അതുപോലെ സേഫ്റ്റി ആയിട്ടുള്ള വീട്ടിലേക്ക് വേണ്ടേ വിടാനെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ അലീന താഴേക്ക് ഇറങ്ങിപ്പോയി ചായയൊക്കെ കൊടുത്തിട്ട് ഈ സമയത്ത് ബാലേന്ദ്രൻ്റെ നെഞ്ചു കിടന്ന് മിങ്ങുവാണ്. മനസ്സിനകത്ത് വല്ലാത്തൊരു കാർമേഹം ഉരുണ്ടുകൂടി. പാവം, ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടില്ല തൻ്റെ അച്ഛൻ്റെ അരിയിലേക്കാണ് താൻ പറഞ്ഞു വിടാൻ പോണേന്ന്. സ്റ്റാൻലി വിളിച്ചിട്ടുമില്ല. ഒരു പക്ഷേ അവളോട് മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് പ്രതീക്ഷിച്ചിരിക്കും. അച്ഛനെ കാണാനുള്ള ആകാംക്ഷയായിരിക്കും. വരട്ടെ, അല്ലെങ്കിൽ അവൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. അച്ഛനും അമ്മയ്ക്കും വേണ്ടാന്നറിഞ്ഞാൽ പാവത്തിന് സഹിക്കാൻ പറ്റില്ല. ബാലേന്ദ്രന് അത്രമാത്രം ഉത്കണ്ഠയായിരുന്നു അലീനയുടെ കാര്യത്തിൽ. സ്വന്തം മോളല്ലെങ്കിലും സ്വന്തം മോളെക്കാളും മക്കളെക്കാളും കാര്യമായിട്ടാണ് അലീനയെ ബാലേന്ദ്രൻ കരുതുന്നത്. അങ്ങനെ വൈകുന്നേരം എല്ലാവരും കൂടെ അത്തരം കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ബാലേന്ദ്രനും വന്നു. ബാലേന്ദ്രൻ വന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് ചോദിച്ചു, അച്ഛാ, അച്ഛൻ അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടുവാണോ എന്ന് ചോദിച്ചു. അതെന്താ മോളെ അങ്ങനെ ഒരു ചോദ്യം പെട്ടെന്ന്? അല്ലച്ചാ, അച്ഛൻ 2-3 ദിവസം എവിടേക്കാണ് പോയത്? അലീന ചേച്ചി എവിടെയോ കൊണ്ടേ ആക്കുന്ന കാര്യം സംസാരിക്കാണെന്ന് മനസ്സിലായി. അല്ല, അലീന ചേച്ചി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്? അത് കുറച്ച് ദൂരെ സ്ഥലത്താ, തേന്മലയ്ക്കടുത്ത് കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്. അതെന്താ അച്ഛാ അവിടേക്ക് കൊണ്ടുപോകുന്നേ? അലീന ചേച്ചി ഒരിടത്തേക്കും കൊണ്ടുവരണ്ട, അലീന ചേച്ചി ഇവിടെ നിന്നോട്ടെ. എനിക്കും അതൊക്കെ തന്നെയാ സമ്മതം. പക്ഷേ നിങ്ങളുടെ അമ്മയ്ക്ക് അങ്ങനെയല്ലല്ലോ. അലീന ഈ വീട്ടിലുണ്ടെങ്കിൽ ഇവിടേക്ക് വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിരിക്കുമല്ലേ നിങ്ങളുടെ അമ്മ. പക്ഷേ അവളെനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്നൊന്നുമില്ല. അലീന ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യം. പക്ഷെ ഇവള് സമ്മതിക്കണ്ടേ? ബബിത പറഞ്ഞു, അലീന ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെയൊക്കെ മറന്നു പോകുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അമ്പടി, അങ്ങനെയാണ് നീ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പിന്നെ അലീന ചേച്ചി എവിടെ ചെന്നാലും അവിടെയായിട്ട് പെട്ടെന്ന് ഇണങ്ങും. അലീന ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയാ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു 2 ദിവസം കൊണ്ട് ആരെ വെള്ളം കയ്യിലെടുക്കാൻ അലീന ചേച്ചിക്ക് പ്രത്യേക ഒരു കഴിവാണ്. അത് നീ വെറുതെ തള്ളി മറിക്കണ്ട. എന്നിട്ട് നിന്റെ അമ്മയെ കയ്യിലെടുക്കാൻ എനിക്ക് പറ്റിയില്ലോ എന്ന് പറഞ്ഞു. അത് അമ്മയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടല്ലേ. അമ്മയെ അലീന ചേച്ചിക്ക് നല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അലീന ചേച്ചി ഇവിടുന്ന് പോയാൽ പിന്നെ ഞങ്ങളെയൊക്കെ മറക്കും. അല്ല, ഇവിടെ ഓർത്തിരിക്കാനായിട്ട് അലീന ചേച്ചിക്ക് എന്താ ഓർമ്മയിരിക്കുന്നില്ലേ? എന്തെങ്കിലും നല്ലൊരു ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. എന്നും കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും എന്ന് വേണ്ട. ഒരു നല്ലൊരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മാമച്ചനങ്ങളും ഗ്രേസമ്മാൻ്റെയും ഒക്കെ എങ്ങനെയാണെന്നറിയാവോ ആ രേവതിക്കുട്ടിയെ നോക്കുന്നേ? ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അച്ഛാ. അത് കേട്ടതും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല അവിടെ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നല്ല അടിപൊളിയായിരുന്നു. രേവതിക്കുട്ടി അവിടുത്തെ ജോലിക്കാരിയാന്ന് പറയത്തേ ഇല്ല, അവരുടെ മകളാന്നോ പറയത്തുള്ളൂ. അമ്മാതിരിയെ സ്നേഹിക്കുന്നത്. ഇവിടെയാണെങ്കിലോ അലീന ചേച്ചി അടുക്കള ജോലിയും ചെയ്ത്, എന്നാലും അമ്മയ്ക്ക് കുറ്റം മാത്രമേ ഉള്ളൂ. അത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു, നിന്റെ അമ്മയുടെ സ്വഭാവം അല്ലേ, എത്രയാന്ന് പറഞ്ഞാലും പട്ടിയുടെ വാല് 12 കൊല്ലം കൊയിലിട്ടാലും നിവരില്ല എന്ന് പറഞ്ഞാലേ നിന്റെ അമ്മയുടെ സ്വഭാവം. അതിനെ ആരെ കൊണ്ടും മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അമ്മയുടെ സ്വഭാവം എനിക്ക് ചില സമയത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അച്ഛാ. അലീന ചേച്ചി പോയി കഴിയുമ്പോൾ പഠിച്ചോളും. അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അച്ഛാ, അലീന ചേച്ചി ഇവിടെ അടുത്തെവിടെയെങ്കിലും പറഞ്ഞു വിട്ടാൽ പോരെ, നമുക്ക് പെട്ടെന്ന് പോയി കാണാൻ പറ്റുന്നിടത്ത്. ഇത്ര ദൂരേക്ക് പറഞ്ഞുകൊണ്ട കാര്യമുണ്ടോ? അതെ, ദൂരേക്കെന്നല്ല ഞാൻ നോക്കിയത്, നല്ല സേഫ് ആയിട്ടുള്ള ഒരിടത്ത് വേണ്ട നിർത്താനായിട്ട്. അല്ലാതെ വെറുതെ ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ. നോക്കട്ടെ എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. കാരണം അവർക്കൊന്നും ഈ പറയുന്ന മക്കൾക്കൊന്നും ഒരു താല്പര്യമില്ലെന്നുള്ള കാര്യം ബാലേന്ദ്രനെ അറിയാം അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ. കാരണം അവരവരുടെ കൂടപ്പിറപ്പായിട്ടാണ് കാണുന്നത്. കൃഷ്ണമോൾക്ക് മാത്രം അതിനകത്ത് സത്യാവസ്ഥ അറിയത്തുള്ളൂ. പക്ഷെ ബബിതയ്ക്കും രോഹിത്തിനും ഒന്നും അറിയില്ല. എന്നിട്ട് പോലും അവര് തങ്ങളുടെ ചേച്ചിയായിട്ടാണ് ഇപ്പം അലീനയെ കാണുന്നത്. അലീന പോയി കഴിയുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതാണ് അവർക്ക് ഇത്ര ടെൻഷൻ എന്നുള്ള കാര്യം ബാലേന്ദ്രന് മനസ്സിലായി. ആഹാരം കഴിക്കാനിരുന്നിട്ട് ആർക്ക് ശരിക്കും അങ്ങനെ ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അലീന ഇവിടുന്ന് പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ആ സമയത്ത് മനുവിനാണ് വല്ലാത്തൊരു ടെൻഷനാണ്.
അലീന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കാണാൻ പറ്റുമോ? അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. ഇനിയിപ്പം അയാൾ വേറെ കല്യാണം ആലോചിക്കുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ നിറയുണ്ടായിരുന്നേ. സ്റ്റാൻലി ജോസഫ് ക്രിസ്ത്യാനിയാണ്. അലീന എന്നുള്ള പേരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പക്ഷേ അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കല്ലേ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ. ആ സമയത്ത് ഗംഗാധരൻ അങ്ങോട്ട് വന്നു. ഗംഗാധരൻ വന്നിട്ട് ചെന്താടാ ഭയങ്കര ആലോചനയാണല്ലോ. ഒന്നുമില്ല വല്യച്ച. അല്ല നീ ബാലേന്ദ്രനെ വിളിക്കുകയോ മറ്റോ ചെയ്തോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തായ കാര്യങ്ങളൊക്കെ? വലിച്ചും പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻലി ജോസഫിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ? എന്നിട്ട് എന്താവാനായിട്ടാ? അവിടെ പോയി അലീനയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അയാൾ പറയാന്നൊക്കെ പറഞ്ഞു. മിക്കവാറും അലീനെ അയാൾ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ടു അതെ. അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അത് അപകടമാണെന്നാ തോന്നുന്നേ. അലീന എന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, അതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആൻറ്റിയുടെ സ്വഭാവം ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നതല്ല. എന്തൊരു വൃത്തിയായിട്ട് സ്വഭാവം എൻ്റെ വല്യച്ച. എത്ര പറഞ്ഞാലും ആൻറ്റിയുടെ തലയിലേക്ക് കയറത്തില്ല. ആൻറ്റി മര്യാദയ്ക്ക് ആ വീട്ടിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അലീനെ ആ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലേന്ദ്രൻ അങ്കിൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പോലും പറ്റില്ല. പിന്നെ അങ്കിളുടേതായ നിലപാടുകൾ എടുക്കും. ആൻറ്റി ആയിരിക്കും ശരിക്കും പെട്ടുപോകുന്നേ. ഗംഗാധരൻ പറഞ്ഞു, അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയും പറയുമെന്ന് പറഞ്ഞ പോലെ ശരിക്കും അവളങ്ങോട്ട് മനസ്സിലാക്കട്ടെ. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനും ശിവനും എല്ലാവരും മാറി മാറി പറഞ്ഞല്ലേ അവളോട് ഓരോ കാര്യങ്ങൾ. എന്നിട്ട് അവളുടെ തലയിലേക്ക് കയറിയോന്ന് ചോദിച്ചു. അത് ശരിയാ. അല്ല ഇനിയിപ്പോൾ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ആൻറ്റിയുടെ വിധി എന്താണെന്ന് വെച്ചാൽ അത് ആൻറ്റിക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. ഗംഗാധരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മനുവിനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാനും പറ്റുന്നില്ല. മനു അപ്പം തന്നെ അലീനയെ വിളിക്കുകയാണ്. അലീനയെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അല്ല അങ്കിള് പോയിട്ട് വന്നിട്ട് എന്തു പറഞ്ഞു? അച്ഛൻ എന്നെ തെന്മലയ്ക്കടുത്ത് കുളത്തോപ്പുഴ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ആരുടെയോ വീട്ടിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് എന്നെ താല്പര്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. വലിയ വീടാന്നൊക്കെയാണ് കേട്ടെ, കുറേ ജോലിക്കാരൊക്കെ ഉണ്ടെന്ന് അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ മറന്നു പോവായിരിക്കുമല്ലേ? എന്നെ വേണ്ടായിരിക്കും നിനക്കല്ലേ? അങ്ങനെയൊന്നുമില്ല മനുവേട്ട. മനുവേട്ടൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ. എനിക്കങ്ങനെ മനുവേട്ടനെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇതൊക്കെ ഇപ്പം പറയും, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്നെ വേണ്ടായിരിക്കും. പുതിയ കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും എന്നെ മറന്നു പോവായിരിക്കും. അതൊരിക്കലും ഇല്ല. മനുവേട്ടനല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. അപ്പം എനിക്ക് മനുവേട്ടനെ മറക്കാൻ പറ്റുമോ? ഒരിക്കലും മറക്കാൻ പറ്റില്ല. മനുവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു നീ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ. നീ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നൊരു ചിന്തയും പേടിയൊക്കെ. ഒറ്റപ്പെട്ടു പോകാനോ? ഞാനുള്ളപ്പോഴോ? അതിനല്ലേ ഞാനുള്ളത്. നീ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് മനു നിർത്തി കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, വേണ്ട കേട്ടോ. കാരണം അലീനയ്ക്കറിയാം മനു തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ സ്നേഹത്തിൻ്റെ ആഴം പലതവണ മനസ്സിലായതാണ്. ഈ പറയുന്ന വൈജയന്തിയുടെ മോളല്ല താൻ. മോളാന്ന് മനുവേട്ടൻ അറിയുന്നതിന് മുമ്പ് തന്നെ സ്നേഹിച്ചു തുടങ്ങിയ ആളാണ് മനുവേട്ടൻ. പിന്നീടാണല്ലോ താന് വൈജയുടെ മോളാന്നുള്ള കാര്യങ്ങളൊക്കെ മനുവേട്ടൻ അറിയുന്നേ. നല്ല മനസ്സ്. കാരണം മനുവിൻ്റെ മനസ്സിനെക്കുറിച്ച് നന്നായിട്ട് അലീനയ്ക്കറിയാം. എല്ലാവരും നല്ല സ്നേഹവും കരുണയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് തന്നെ എത്രമാത്രം സ്നേഹിച്ചത് പോലും. ഈ സമയത്ത് മനു പറഞ്ഞു, എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട്. നീ പോകുന്ന കാര്യം ഓർത്തിട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ എന്നെ വിളിക്കത്തുമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല മനുവേട്ട, ഞാൻ മനുവേട്ടനെ വിളിക്കും, കാണാനും വരും എന്നൊക്കെ പറഞ്ഞ് മനുശങ്കരനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും മനുവിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അലീനയുടെ കാര്യത്തിൽ. പിറ്റേന്നായി കഴിഞ്ഞപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകാൻ റെഡിയാവുകയാണ് കൃഷ്ണമോളും. അതുപോലെ ഭവിത കോളേജിലേക്ക് പോകാനായിട്ടും. കൃഷ്ണമോൾ റെഡിയായിട്ട് ഇറങ്ങി. അപ്പോഴേക്കും ഭവിത ഇറങ്ങി വന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അലീനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്തിട്ടാണ് ഭവിത പോകുന്നത്. അതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോഴേക്കും അലീന ആഹാ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു. ആ സമയം കൃഷ്ണമോൾ പറഞ്ഞു, ആഹാ അങ്ങനെയല്ലേ, എന്നാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ ഓടി വന്ന് അലീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. അലീനയ്ക്ക് മനസ്സിലായി തൻ്റെ അനുജത്തിമാർ ഇവർ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനി എത്ര ദിവസത്തേക്ക് ഇങ്ങനെ ഈ സ്നേഹം കാണും. ഒരുപക്ഷെ താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ തനിക്ക് നന്നായിട്ട് മിസ് ചെയ്യും. ആ ഒരു ഓർമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് അവരും കൊണ്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ബാലേന്ദ്രന് ഷോപ്പിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ അലീനയുടെ യാത്ര പറഞ്ഞ് ബാലേന്ദ്രൻ ഷോപ്പിൽ ചെന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് സ്റ്റാൻലിയുടെ കോള് വരുന്നത്. അതെ എനിക്ക് സമ്മതമാണ്, അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ സമ്മതമാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ നെഞ്ചിനകത്തൊരു സ്ഫോടനം ഉണ്ടായി. കാരണം ബാലേന്ദ്രന് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അവളെ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ ഇനിയിപ്പോൾ അവൾ തൻ്റെ മകളായിരിക്കും.
ഇനിയിപ്പോൾ അവളെ ഒരിടത്തേക്കും വിടത്തില്ല എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റാലിൽ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ബാലേന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അലീനെ പറഞ്ഞു വിടാൻ ശരിക്കും പറഞ്ഞ് ഒട്ടും മനസ്സില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.